എല്ലാവർക്കും നമസ്കാരം. സോളിൻ്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന അധ്യാപകരുടെ ലോകം എപ്പോഴും കൗതുകകരമാണ്. അവരുടെ ജോലിയിലെ വെല്ലുവിളികളും മാനസികാരോഗ്യവും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം. അനു, ഒരു അധ്യാപകൻ എന്നത് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നയാൾ മാത്രമല്ല. അവർ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ മുന്നോട്ട് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട്. എന്നാൽ ഈ ജോലിക്ക് അതിൻ്റേതായ സമ്മർദ്ദങ്ങളുമുണ്ട്. തീർച്ചയായും ആനന്ദ്. അധ്യാപകരുടെ ജോലിയുടെ ചില പ്രധാന വശങ്ങൾ നോക്കാം. ഒന്നാമതായി, വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനുള്ള കഴിവ്. അധ്യാപകരുടെ ഓരോ വാക്കും പ്രവൃത്തിയും വിദ്യാർത്ഥികളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ സഹായിക്കും. പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നത് വഴി നല്ല വ്യക്തിത്വങ്ങളെ വളർത്തെടുക്കാൻ അവർക്ക് സാധിക്കും. രണ്ടാമതായി, വെല്ലുവിളികൾ. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുക, പാഠ്യപദ്ധതി പൂർത്തിയാക്കുക, പരീക്ഷാ സമ്മർദ്ദം, രക്ഷിതാക്കളുമായുള്ള ഇടപെടൽ എന്നിവയെല്ലാം അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികളാണ്. മൂന്നാമതായി, അധ്യാപകരുടെ മാനസികാരോഗ്യം. ഈ വെല്ലുവിളികൾ അവരുടെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. അമിതമായ ജോലിഭാരം, സമ്മർദ്ദം, അംഗീകാരമില്ലായ്മ എന്നിവയെല്ലാം അവരെ തളർത്താൻ സാധ്യതയുണ്ട്. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രപരമായി നമുക്കൊന്ന് നോക്കിയാലോ അനു? തീർച്ചയായും ആനന്ദ്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പോസിറ്റീവ് റോൾ മോഡൽ ആവുക. അധ്യാപകർ വിദ്യാർത്ഥികൾക്കൊരു പോസിറ്റീവ് റോൾ മോഡൽ ആയിരിക്കണം. അവരുടെ പെരുമാറ്റം, സംസാരം, ജീവിതത്തോടുള്ള സമീപനം എന്നിവയെല്ലാം കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. അടുത്തതായി, കേൾക്കാൻ തയ്യാറാവുക. കുട്ടികളുടെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും ചെവി കൊടുക്കാൻ അധ്യാപകർ തയ്യാറാകണം. അവർ സംസാരിക്കാൻ ഒരു സുരക്ഷിതമായൊരു ഇടം നൽകുന്നത് അവരെ കൂടുതൽ തുറന്നു പറയാൻ പ്രേരിപ്പിക്കും. അടുത്തത്, പ്രോത്സാഹനം നൽകുക. കുട്ടികളുടെ ചെറിയ വിജയങ്ങളെയും പരിശ്രമങ്ങളെയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അടുത്തതായി, വ്യക്തിഗത ശ്രദ്ധ. ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകളും പരിമിതികളും ഉണ്ടാകും. അവരെ വ്യക്തിപരമായി മനസ്സിലാക്കി വേണ്ട ശ്രദ്ധയും പിന്തുണയും നൽകുക. അവസാനമായി, സഹാനുഭൂതിയോടെ പെരുമാറുക. കുട്ടികളുടെ സാഹചര്യങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കി സഹാനുഭൂതിയോടെ പെരുമാറുന്നത് അവരിൽ അധ്യാപകരോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നതിനൊപ്പം അധ്യാപകർ അവരുടെ സ്വന്തം മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. സമ്മർദ്ദം അവരുടെ മനഃശാസ്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമല്ലോ. അതെ ആനന്ദ്. ഈ ജോലിയിലെ സമ്മർദ്ദം അധ്യാപകരിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഇവയാണ്. ഒന്നാമതായി, അമിതമായ സമ്മർദ്ദവും ഉത്കണ്ഠയും. നിരന്തരമായ ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും ഉത്കണ്ഠയിലേക്കും സമ്മർദ്ദത്തിലേക്കും നയിച്ചേക്കാം. രണ്ടാമതായി, ബേൺ ഔട്ട്. വൈകാരികവും ശാരീരികവുമായ ക്ഷീണം, ജോലിയിൽ താൽപ്പര്യമില്ലായ്മ, നിസ്സംഗത എന്നിവ ബേൺ ഔട്ടിലെ ലക്ഷണങ്ങളാണ്. ഇത് അധ്യാപകരുടെ കാര്യക്ഷമതയെ ബാധിക്കും. മൂന്നാമതായി, വിഷാദവും ഉറക്കക്കുറവും. ജോലിയിലെ പ്രശ്നങ്ങൾ വിഷാദത്തിലേക്കും നല്ല ഉറക്കമില്ലായ്മയിലേക്കും നയിച്ചേക്കാം. നാലാമതായി, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ. സമ്മർദ്ദം കാരണം രക്തസമ്മർദ്ദം, തലവേദന തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അഞ്ചാമതായി, ക്ഷമ കുറയുന്നു. സമ്മർദ്ദം കൂടുമ്പോൾ അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും ക്ഷമയോടെ പെരുമാറാൻ കഴിയാതെ വന്നേക്കാം. അനു, ഈ വെല്ലുവിളികളെ നേരിടാനും അധ്യാപകർക്ക് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ് നമ്മുടെ സോളിൻ. തീർച്ചയായും ആനന്ദ്. സോളിൻ എങ്ങനെ അധ്യാപകർക്ക് പ്രയോജനകരമാകും എന്ന് പറയാമോ? തീർച്ചയായും.
സോളിൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ അധ്യാപകർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കും. ഒന്നാമതായി മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ. ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ്. ഇത് ഓരോ ക്ലാസ്സിലും കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കാനും വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും. അടുത്തതായി സ്ട്രെസ് ഫ്രീ ജീവിതം. ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു. ഇത് ജോലിയിലെ വെല്ലുവിളികളെ കൂടുതൽ സമാധാനത്തോടെ നേരിടാൻ പ്രാപ്തരാക്കും. അടുത്തതായി ഗൈഡഡ് മെഡിറ്റേഷൻ. വിദഗ്ധർ നയിക്കുന്ന മെഡിറ്റേഷൻ സെഷനുകൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സഹായിക്കും. ഇത് ഊർജം വീണ്ടെടുക്കാനും മികച്ച അധ്യാപകരായി തുടരാനും സഹായിക്കും. അടുത്തതായി വ്യക്തിഗത പരിശീലനം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങളും ഇതിൽ ലഭ്യമാണ്. വളരെ പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനാണിത്. അധ്യാപകർക്ക് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും ഇത് സഹായിക്കും. ഓർക്കുക, ഒരു വിളക്ക് മറ്റുള്ള വിളക്കുകൾക്ക് വെളിച്ചം നൽകുമ്പോഴും അത് സ്വയം എരിയുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകരുമ്പോൾ അധ്യാപകരും സ്വയം ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും പിന്തുണയും. അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.